CPIM-ൻ്റെ സമുന്നത നേതാവായ സഖാവ് VS അച്യുതാനന്ദൻ ഇന്നലെ മരണപ്പെട്ടു. സഖാവിൻ്റെ നിര്യാണത്തിൽ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുകയാണ്. VS എന്ന രണ്ട് അക്ഷരം കേരള സമൂഹം എത്രമാത്രം ഏറ്റുവാങ്ങി എന്നതിൻ്റെ തെളിവാണ് ഇന്നലെയും ഇന്നുമായി സഖാവിനെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നാനാതുറകളിലുള്ള കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പ്രായഭേദമന്യേ നിരവധിയായിട്ടുള്ള ആളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സഖാവിനെ സംബന്ധിച്ച് ഏറ്റവും താഴേക്കിടയിൽ നിന്ന് ജനിച്ചു വളർന്ന് CPIM-ൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം വരെയായി നിരവധി തവണ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുമായി സാധാരണക്കാരൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി വലിയ പരിശ്രമങ്ങൾ നടത്തിയിട്ടുള്ള ഒരു സഖാവാണ്. പൊതുവിൽ കേരള ജനത VS എന്ന് പറയുന്ന രണ്ട് അക്ഷരത്തിൽ അറിയപ്പെടുന്ന ഈ സഖാവിനെ വളരെ നെഞ്ചേറ്റ് വാങ്ങിയ ഒരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക. എന്തിനായാലും 2006 തെരഞ്ഞെടുപ്പിൽ സഖാവ് VS ഒരു വിഷുനാളിലാണ് കാഞ്ഞാണി ബസ് സ്റ്റാൻഡിൽ ഒരു പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി വന്നത്. വലിയ നമ്മെ സംബന്ധിച്ച് വിഷുദിനം മലയാളികളെ സംബന്ധിച്ച് വലിയ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്, ഒരു ഉത്സവമാണ്. ആ ദിനത്തിലാണ് സഖാവ് VS കാഞ്ഞാണിയിൽ പ്രസംഗിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. പിന്നീട് ചെത്തുതൊഴിലാളി സമരത്തിൻ്റെ കേന്ദ്രമായ അന്തിക്കാടും ഈ എക്സൈസുകാരും അതുപോലെ തന്നെ അന്നത്തെ സർക്കാരും ചെത്തുതൊഴിലാളികളും തമ്മിലുണ്ടായിട്ടുള്ള വലിയ സംഘർഷത്തിൻ്റെ ഭാഗമായിട്ട് നിരവധിയായിട്ടുള്ള ചെത്തുതൊഴിലാളികളാണ് ഈ പറയുന്ന ഭരണകൂട വർഗത്തിൻ്റെ മർദ്ദനത്തിനിരയായത്. അങ്ങനെ മർദ്ദനത്തിന് ഇരയായ സമയത്ത് അന്തിക്കാട് ഈ ചെത്തുതൊഴിലാളികൾക്ക് ആകമാനം കൂടി ഉഴിച്ചൽ കേന്ദ്രം സംഘടിപ്പിക്കപ്പെട്ടപ്പോൾ സഖാവ് VS-ൻ്റെ സാന്നിധ്യം, VS ഈ പറയുന്ന തൊഴിലാളികളെ കാണുന്നതിന് വേണ്ടി അന്തിക്കാട് വരുന്ന ഒരു അനുഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല കാരമ്പൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ പടിയം ബ്രാഞ്ച് ഉദ്ഘാടനത്തിനും സഖാവ് VS ആണ് നമ്മുടെ നാട്ടിൽ വന്നത്. ഈ ഓർമ്മകളാണ് സഖാവിനെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിൽ സഖാവ് എത്തിപ്പെട്ട ചില മുഹൂർത്തങ്ങൾ. സഖാവ് VS അച്യുതാനന്ദൻ്റെ നിര്യാണത്തിൽ ഞങ്ങൾക്ക് അഗാധമായ ദുഃഖമുണ്ട്. കാരമുക്ക് CPI-യുടെ ലോക്കൽ കമ്മിറ്റി ആ ദുഃഖത്തിൽ പങ്കുചേരുന്നു. അതുപോലെ തന്നെ സഖാവ് VS-ഉമായിട്ട് എനിക്ക് കൂടുതൽ അടുത്തിടപഴകാനുള്ള അവസരം കൂടി ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ശോഭ സിറ്റിയിൽ മരണമടഞ്ഞ സഖാവ് ചന്ദ്രബോസിൻ്റെ നിര്യാണവുമായി ബന്ധപ്പെട്ടുള്ള കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലേക്കും സഖാവിൻ്റെ ഇടപെടൽ, നല്ല രീതിയിലുള്ള ഇടപെടൽ സഖാവ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് എല്ലാ ഹെൽപ്പുകളും, ആ കുടുംബത്തിന് വേണ്ട എല്ലാ ഹെൽപ്പുകളും സഖാവ് നേരിട്ടും അതുപോലെ തന്നെ ഫോൺ മുഖാന്തരക്കും നമുക്ക് ഇടപഴകി നമ്മുടെ കാര്യങ്ങളൊക്കെയും നമ്മുടെ ആ കേസുമായി ബന്ധപ്പെട്ടുള്ള പോരാട്ടത്തിലേക്കും ആളും നമ്മളോട് ഇടപഴകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചന്ദ്രബോസാൻ്റെ വീട്ടിൽ സഖാവ് വരികയും കുടുംബാംഗങ്ങളുമായിട്ട് ആ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്ത സഖാവാണ്. ഏത് വിഷയത്തിൽ ഇടപെടുമ്പോഴും ആ സഖാവിൻ്റെ ആ വീര്യം, ആ സമരവീര്യം അത് എപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ആ സഖാവിൻ്റെ സമരവീര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ സഖാവിനോട് സംസാരിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടുള്ളൂ. അത് ഞങ്ങൾക്ക് മറക്കാൻ സാധിക്കാത്തൊരു അനുഭവമാണ്. അതുപോലെ തന്നെ നമ്മുടെ കാരമുക്ക് CPI കാരമുക്ക് ലോക്കൽ കമ്മിറ്റിയുടെ ആദരാഞ്ജലികൾ നമ്മൾ അർപ്പിക്കുന്നു. പിന്നെ സഖാവിൻ്റെ ഓർമ്മകൾ എന്നും നിലനിൽക്കും. അതുപോലെ തന്നെ ഞങ്ങൾക്കും ആ ഓർമ്മകൾ എന്നും നമ്മുടെ ജീവനുള്ളിടത്തോളം കാലം നിലനിൽക്കും എന്നാണ് പറയാനുള്ളത്. മലയാള മണ്ണിൻ്റെ ഒരു വിപ്ലവ സൂര്യൻ അസ്തമിച്ചു. നമ്മുടെ VS-ൻ്റെ നിര്യാണത്തിൽ എല്ലാ മലയാളികളും ഒന്നടക്കം ദുഃഖത്തിലാണ്. നമുക്കറിയാം, സ്വാതന്ത്ര്യ ലബ്ധിക്ക് മുന്നേ മൃഗങ്ങളെപ്പോലെ ജീവിച്ചിരുന്ന അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗത്തെ അവരുടെ അവകാശങ്ങൾക്കും വേണ്ടി മുൻപന്തിയിൽ നിന്ന് പോരാടി ജനങ്ങളുടെ വിപ്ലവ സൂര്യനായി മാറിയ VS-ൻ്റെ നിര്യാണം നമ്മൾ എക്കാലത്തും ആ വിടവ് നികത്താൻ നമുക്ക് കഴിയില്ല. ഒട്ടേറെ രാഷ്ട്രീയ നേതാക്കളുണ്ടെങ്കിലും ഇത്രയേറെ ജനങ്ങളുടെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങി ഒരു പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വ നിരയിലെത്തിയ
ഒരു വളരെ അപൂർവം ചിലരിൽ പ്രഗത്ഭനാണ് VS. നമ്മുടെ ആ പഴയ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ, നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ അവസാന കണ്ണിയും അസ്തമിച്ചു എന്നുള്ളതിൽ ഏറെ ദുഃഖമുണ്ട്. ഞാൻ മെമ്പറായിരിക്കുന്ന സമയത്ത് മള്ളൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ SC വ്യവസായ കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനത്തിന് വന്ന സമയത്ത് അദ്ദേഹവുമായി സംസാരിക്കാനും ഒരുമിച്ചിരുന്ന് ചായ കുടിക്കാനും ഉണ്ടായ ഒരു ഭാഗ്യം ഞാൻ ഇന്നും ആലോചിക്കുകയാണ്. നമ്മുടെ ഈ മൺമറഞ്ഞുപോയ അദ്ദേഹത്തിൻ്റെ ആ വിനിയോഗം നമ്മളെ സംബന്ധിച്ച് ഒരിക്കലും നികത്താൻ പറ്റാത്ത ഒരു വിടവ് തന്നെയാണ്. ആ വിപ്ലവ സൂര്യൻ അസ്തമിച്ചാലും ഈ മലയാള നാട് ഉള്ള കാലത്തോളം അദ്ദേഹത്തിൻ്റെ ആ ശോഭയും കണലും എന്നും ജനഹൃദയങ്ങളിൽ ഉണ്ടാകും. ആ ശോഭയും ആ തീനാളവും മായാതെ മങ്ങാതെ എന്നും നിലകൊള്ളും എന്ന് മാത്രം പറയുകയാണ്. എന്ന് ഞാൻ പ്രതിദാനം ചെയ്യുന്ന INTC യൂണിയൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ എല്ലാവിധ അനുശോചനവും രേഖപ്പെടുത്തിക്കൊള്ളുന്നു. VS ഈ കേരളത്തിൻ്റെ അനിഷേധനായ നേതാവ്, സാധാരണക്കാരനായി ജനിച്ച് ജീവിതം തുടങ്ങി കർഷക സമരത്തിലൂടെ വളർന്നു വന്ന ഈ നാടിൻ്റെ ജനനായകൻ, അദ്ദേഹത്തിൻ്റെ വിയോഗം അത് ഈ നാടിന് എത്രയും വേദനാജനകം തന്നെയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി അദ്ദേഹം സംഘടനാ രംഗത്ത് സജീവമായിരുന്നില്ല എന്നത് അത് അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യത്തെ രോഗം ബാധിച്ചു തുടങ്ങി എന്നുള്ളതുകൊണ്ട് മാത്രമായിരുന്നു അദ്ദേഹം മാറി നിന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവ് അതിഗംഭീരമായിരുന്നു. നരച്ച തലയിലല്ല എൻ്റെ യൗവനം, നരച്ച തലയിലല്ല എൻ്റെ വാർദ്ധക്യം. സമാനതകളില്ലാതെ സമരസപ്പെടാത്ത പോരാട്ടത്തിലാണ് എൻ്റെ യൗവനമെന്ന് ഉറച്ച് പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം പിന്നീട് തേരോട്ടം തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിപ്ലവ പ്രവർത്തനങ്ങളെല്ലാം തന്നെ വിപ്ലവകരമായ നേട്ടങ്ങളിലൂടെ ഈ നാട് കടന്നു പോയിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരനായത് അദ്ദേഹത്തിൻ്റെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളിൽ ഉറച്ചുനിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പോരാട്ടവീര്യം നിറഞ്ഞു നിന്ന ഓരോ സന്ദേശങ്ങളും അദ്ദേഹം ഈ നാടിന് പകർന്നു നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ 82ാമത്തെ വയസ്സിലാണ് അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. തുടർന്നങ്ങോട്ട് അദ്ദേഹം കുറ്റമറ്റതായുള്ള രീതിയിൽ മികച്ച പ്രവർത്തനങ്ങൾ തന്നെയാണ് നടത്തിയിരുന്നത്. മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ പോലും ജനകീയ സമരങ്ങളിൽ പങ്കെടുത്ത് അദ്ദേഹം കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഈ നാട്ടിലെ ഒരു പോരാളിയുടെ മനസ്സോട് കൂടിയിട്ട് തന്നെയാണ് ഒരു മുഖ്യമന്ത്രി ഈ നാട് ഭരിച്ചിരുന്നത് എന്നുള്ളതിൻ്റെ ഉത്തമമായ ദൃഷ്ടാന്തങ്ങൾ. അതുപോലെ തന്നെ സമകാലികമായുള്ള വിഷയങ്ങളിൽ ഇടപെടുമ്പോഴും അദ്ദേഹം, നമുക്കറിയാം, നമ്മളെ വളരെയേറെ ഈ നാടിനെ ദുഃഖിപ്പിച്ച ഒരു സംഭവമായിരുന്നു TP ചന്ദ്രശേഖരൻ എന്ന വ്യക്തിയെ കൊലപ്പെടുത്തിയത്. അദ്ദേഹത്തിൻ്റെ ഭവന സന്ദർശനത്തിന് സംഘടന വിലക്കിയിട്ട് പോലെ അവരെ പോയി കണ്ട് സഖാവ് KK രമയെ ചേർത്ത് നിർത്തിയ ആ ഒരു ചരിത്ര നിമിഷം അത് മലയാളക്കര ഒരിക്കലും മറക്കുകയില്ല. മാത്രമല്ല, അതുപോലെ തന്നെ വിവിധങ്ങളായ കാര്യങ്ങളിൽ സമരരംഗത്ത് നിരന്തരമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുമ്പോഴും അദ്ദേഹം ഈ ചില മേഖലകളിൽ കയ്യേറ്റ സമരം പോലുള്ള സമരങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം ഈ കയ്യേറ്റ ഭൂമി സന്ദർശിക്കുകയും ആ ഭൂമി സന്ദർശിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൃത്യമായ നിലപാടുകൾ അദ്ദേഹം ഈ നാടിന് മുന്നിൽ, പത്രക്കാരുടെ മുന്നിൽ വിശദീകരിക്കുകയായിരുന്നു പലപ്പോഴും ചെയ്തത്. കൃത്യമായ തെളിവുകളുടെ അഭാവത്തിൽ അല്ലെങ്കിൽ തെളിവ് ശേഖരിച്ചുകൊണ്ട് മാത്രമേ അദ്ദേഹം ഒരു നടപടി സ്വീകരിക്കൂ. അതിൽ ഉചിതമായ രീതിയിൽ തന്നെ കൃത്യമായ അളവിൽ ഒരു നടപടി സ്വീകരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയായി ഏറെക്കാലം അദ്ദേഹം ഈ നാട്ടിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ 5 വർഷക്കാലം കുറ്റമറ്റതായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ അഗാധമായ ദുഃഖം, അല്ലെങ്കിൽ അവരോടൊപ്പം ഈ
വിടവാങ്ങലിൽ അദ്ദേഹത്തിനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ഭാരതീയ ജനതാ പാർട്ടി എന്നും സ്മരിക്കുമെന്നും ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു.